ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ കീ എന്ന് പറയുന്നത് ബീയിങ് ഹാപ്പി 24 hours a day, 24 മണിക്കൂറും സന്തോഷമായിരുന്നെങ്കിലേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. നിങ്ങൾ 24/7 ഹാപ്പി ആണോ അല്ലയോ എന്നുള്ളത് ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇന്ന് ടീച്ചർമാർ ഒരു അടിപൊളി ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പല ആഗ്രഹങ്ങളും നേടാൻ പറ്റാതെ വരുമ്പോൾ പലരും നിരാശയിലേക്ക് പോകും. ഞാൻ എത്ര നാളുകൊണ്ട് എൻ്റെ ഡ്രീം ലൈഫ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതെനിക്ക് നടക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പ്രോപ്പർട്ടി എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല. എപ്പോഴും ഇത് ആലോചിച്ച് നിങ്ങൾ നിരാശയിലാണോ? നിങ്ങൾ നിരാശയുടേതായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നിരാശ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നേടിക്കഴിഞ്ഞതായിട്ട് വേണം എപ്പോഴും പറയാനായിട്ട്. ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം അഫർമേഷൻ ആയിട്ട് പറയാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നേടേണ്ട ആഗ്രഹം ആ ആഗ്രഹം നേടിക്കഴിഞ്ഞതായിട്ട് ഒരു പോസിറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ നമുക്ക് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ 3 തവണ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞതായിട്ടുള്ള അഫർമേഷൻ 3 തവണ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളത് നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. ഇപ്പോൾ ഒരു ജോലിയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ജോലി ലഭിച്ചു, അതിൽ നിന്ന് സാലറി വരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം അത് എഴുതാനായിട്ട്. അപ്പോൾ രാവിലെ 3 തവണ ഈ അഫർമേഷൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, ഉച്ചയ്ക്ക് 6 തവണ വീണ്ടും ഈ അഫർമേഷൻ എഴുതണം. എന്താണോ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷൻ ഉച്ചയ്ക്ക് 6 തവണ എഴുതുക. എഴുതുമ്പോഴും അത് നേടിക്കഴിഞ്ഞ അതേ സന്തോഷത്തിൽ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 6 തവണ എഴുതുക. എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളത് ലഭിച്ചു കഴിഞ്ഞ ആ ഫീലിംഗിലേക്ക് എത്തുകയും യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ബ്ലെസ്സിങ് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അഫർമേഷൻസ് വീണ്ടും നിങ്ങൾ 9 തവണ എഴുതുക. അപ്പോഴും സെയിം നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എഴുതുക. ഈ ടെക്നിക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ടീച്ചർമാർ പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റുഡൻസ് യൂസ് ചെയ്ത് ആയിരക്കണക്കിന് പേരുടെ സക്സസ് സ്റ്റോറി ഉണ്ട്. അവർ ആഗ്രഹിച്ച ലവ് മാനിഫെസ്റ്റ് ചെയ്തത്, അവരുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആക്കിയത്, അവർക്ക് ജോലി കിട്ടിയത്, ഹാപ്പിനെസ് വന്നത്, പൈസ മാനിഫെസ്റ്റ് ചെയ്ത്, അങ്ങനെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് സ്റ്റുഡൻസ് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് 369 ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹം നേടിയതായിട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും നിങ്ങൾ ആ ഗോളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയും വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ആഗ്രഹം നേടാനായിട്ട് നമുക്ക് പേനയും പേപ്പറും മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ ദിവസവും രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ നിങ്ങൾ ഇത് എഴുതുക. എത്ര ദിവസം എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 21 ഡേയ്സ് എഴുതുന്നത് വളരെ നല്ലതാണ്. അതിന് മുന്നേ തന്നെ ആഗ്രഹം നടക്കുവാണെങ്കിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് 369 സീക്രട്ട് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗോൾസ് മാനിഫെസ്റ്റ് ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ, ലവ് യു ഓൾ.